ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു ഡോനറ്റ് ട്രൈ ചെയ്താലോ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡോനറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ പശു നെയ്യ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ. ഡോണറ്റിന് പിന്നെ നമുക്ക് സിനമൺ ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. അതിന് പുറത്തൊരു മധുരമുള്ള കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സിനമൺ ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഒരു 2 മിനിറ്റ്. മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ ചേർക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ്. ഇനിയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മാവ് ഇപ്പോൾ ഒരു ഒട്ടി പിടിക്കുന്ന പരുവത്തിലാണുള്ളത്. ഇത് കറക്റ്റ് പരുവാണ്. ഇത് നമ്മളിനി ഒരു 1.5 മണിക്കൂർ ഡബിൾ സൈസായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നാട്ടിലെല്ലാവുമ്പോൾ നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും, ആവശ്യത്തിന് ചൂട് കിട്ടും. പുറത്ത് തണുപ്പുള്ള സ്ഥലത്തുള്ളവരാണെങ്കിൽ ഒരു അവനിൽ ഒരു 40 ഡിഗ്രിയോ മറ്റോ വെച്ചിട്ട് അതിൽ വെച്ചാൽ ഇത് ഡബിൾ സൈസായി പൊങ്ങിക്കിട്ടും. അവൻ ഫുൾ ടൈം ഓൺ ചെയ്തിടാൻ പാടില്ല. ചൂടാക്കിയ ശേഷം ഓഫാക്കിയിട്ട് ഒരു നമുക്ക് കൈ കൊണ്ട് മനസ്സിലാവുമല്ലോ ഏകദേശം ഒരു ചൂടുണ്ടെന്ന്. അധികം ചൂടും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. അതിൽ നമുക്കൊരു 1.5 മണിക്കൂർ വെച്ചാൽ മതി. നമ്മളെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 1.5 മണിക്കൂറായി. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 45 മിനിറ്റും കൂടി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ അടച്ചു വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് വെച്ചത് 45 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനെ രണ്ടാമതൊന്ന് കുഴക്കുക. ഒട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ചും കൂടി പൊടി ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പലയമിലേക്കോ ഇട്ടിട്ട് നമുക്കിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിന് സമമായിട്ട് മുറിച്ചെടുക്കാം. ഇതിനെ നമുക്കിനി ഉരുട്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ബോൾസിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ അകത്തൊക്കെ എയർ ഉണ്ട്. അപ്പോൾ ആ എയറിനെ നന്നായിട്ട് നമ്മൾ പുറത്ത് കളയണം. അതിന് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ചപ്പാത്തി മാവിൽ ഉരുട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. കണ്ട, ഇനി നമുക്കിത് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലയമിലോ വെച്ചിട്ട് ഇതിനൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. അടുത്തതായിട്ട്
നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ മടക്കിയിട്ട് അതിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഡോനട്ടും ട്വിസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമ്മൾ ഇനിയും പൊങ്ങാൻ വേണ്ടി വെക്കണം. പക്ഷേങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം ഫ്ലാറ്റ് ആയി പോവും. ഇത് അരമണിക്കൂറായി. ഇപ്പോൾ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ ഈ ഡോനറ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് എപ്പോഴും നല്ലോണം പിഞ്ച് ചെയ്തിട്ട് നല്ല ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തുറന്നു പോകും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. ഡോനറ്റ് പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒരു മിതമായ ചൂട് എണ്ണക്ക് പാടുള്ളൂ. അധികം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോനറ്റ് കരിഞ്ഞു പോകും. ഒരുവിധം ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മളെ ഡോനട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ സിനമൺ ഷുഗർ കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സിനമൺ ഷുഗർ ഇടുക. അതിനുശേഷം ഓരോ ഡോനട്ടായിട്ട് ഈ സിനമൺ ഷുഗറിൻ്റെ അകത്ത് കവർ ചെയ്തെടുക്കും.